ധർമ്മം. ഈ പ്രപഞ്ചവും അതിലെ സർവചരാചരങ്ങളും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. അഥവാ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് സർവസ്വതന്ത്രമായ അസ്തിത്വം ഒന്നിനും തന്നെയില്ല. ഒരു വ്യക്തിക്ക് മറ്റു വ്യക്തികളുമായും കുടുംബവുമായും സമൂഹവുമായും പ്രകൃതിയുമായും മൊത്തത്തിൽ ഈ പ്രപഞ്ചവുമായും പല തലങ്ങളിൽ ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങൾ ഓരോന്നും സുഗമമാവണമെങ്കിൽ ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ടുന്ന പല കർത്തവ്യങ്ങളുമുണ്ട്. ഇവയെല്ലാം ധർമ്മം എന്ന പുരുഷാർത്ഥത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു. അർത്ഥം: ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ ധർമാനുസൃതമായി ആർജിക്കാൻ ആഗ്രഹിക്കുന്ന ധനം, സ്ഥാനമാനങ്ങൾ, പ്രശസ്തി ഇതെല്ലാമാണ് അർത്ഥം. ധനം അല്ലെങ്കിൽ ധനാർജനം ആധ്യാത്മിക ജീവിതത്തിന് വിഘാതമല്ല. മറിച്ച് ധർമാചരണത്തിന്, കർത്തവ്യ നിർവഹണത്തിന് ധനം അത്യന്താപേക്ഷിതവുമാണ്. എന്നാൽ ധനത്തിനോടുള്ള അമിതമായ ആസക്തിയും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി മാത്രം ധനം സമ്പാദിക്കുവാനും വിനിയോഗിക്കുവാനുമുള്ള പ്രവണതയുമാണ് മോക്ഷമാർഗത്തിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിക്കുന്നത്. കാമം അഥവാ ആഗ്രഹം ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ഭൗതികവുമായ ആഗ്രഹങ്ങളെയാണ് കാമം ദ്യോതിപ്പിക്കുന്നത്. ധർമാനുസാരിയായി ആർജിച്ച അർത്ഥം കൊണ്ട് സഫലീകരിക്കപ്പെടേണ്ടതാണ് കാമം. ഒരർത്ഥത്തിൽ കാമമാണ് മനുഷ്യജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. കാമമില്ലാത്ത മനുഷ്യൻ നിഷ്ക്രിയനായി മാറുന്നു. എന്നാൽ കാമപൂർത്തിക്കായി അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളോടും അവയുടെ ഫലത്തോടുമുള്ള സംഘം ത്യജിക്കേണ്ടത് അത്യന്താപേക്ഷിതവുമാണ്. ഭൗതിക ജീവിതത്തിലായാലും ആധ്യാത്മിക ജീവിതത്തിലായാലും മിതത്വം പാലിക്കുക എന്നതാണ് ഭാരതീയ തത്വചിന്ത നമ്മെ പഠിപ്പിക്കുന്നത്. മോക്ഷം. മേൽപ്പറഞ്ഞ 3 പുരുഷാർത്ഥങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്നത് ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിലൂടെയാണ്. ഈ സാക്ഷാത്കാരം ക്രമേണ നമ്മെ നയിക്കേണ്ടത് 4-മത്തേതും അവസാനത്തേതുമായ പരമ പുരുഷാർത്ഥത്തിലേക്കാണ്. അതാണ് മോക്ഷം അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യം. ഭൗതികമായ അസ്തിത്വത്തിൽ നിന്ന് ഭിന്നമായി നമുക്ക് ആധ്യാത്മികമായ ഒരസ്തിത്വമുണ്ടെന്ന തിരിച്ചറിവാണതിന് ആധാരം. നാം ഓരോരുത്തരിലുമുള്ള ദൈവീകത്വത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണത്. അജ്ഞാനത്തിൽ നിന്ന് അഥവാ മായയിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം. മറ്റു ജീവജാലങ്ങളിൽ കാണാത്ത ഒരു സവിശേഷത മനുഷ്യനുണ്ട്. അതാണ് വിവേചന ബുദ്ധിയോടെ, വിവേകത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള കഴിവ്. അത്തരത്തിലുള്ള കർമാനുഷ്ഠാനത്തിന് മാർഗദർശനങ്ങളാകുന്നു പുരുഷാർത്ഥങ്ങൾ. ധർമ്മം മനുഷ്യജീവിതത്തെ ക്രമീകരിക്കുവാനും സന്മാർഗത്തിൽ ചരിക്കുവാനും സഹായകമാകുന്നു. അർത്ഥകാമങ്ങളുടെ സഫലീകരണം മനുഷ്യൻ്റെ അനുഭവ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ജീവിതത്തെ സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നു. മോക്ഷം മനുഷ്യനെ തൻ്റെ പ്രഭവസ്ഥാനമായ ബ്രഹ്മവുമായുള്ള താദാത്മ്യത്തിലേക്ക് നയിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.